അതാണ് ഈ പ്രേക്ഷിതരെന്ന് പറയണത്. വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിന് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ വിഷയം മറക്കണം, ദൈവത്തെക്കുറിച്ച് ഓർക്കണം. ഇതാണ് ഉടമ്പടിയിൽ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വിഷയം നിങ്ങൾ മറക്കണം. നമുക്ക് ചില സമയത്ത് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കത്തുമില്ല, നമ്മുടെ വിഷയം തന്നെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അതാണ് ഉടമ്പടി. അത് ചിലർക്കത് ഉടമ്പടി ഫയറാകാത്തതിൻ്റെ കാരണം അതാണ്. നമ്മുടെ വിഷയം ദൈവത്തെക്കുറിച്ച് ഓർക്കണത് രാവിലെയുള്ള പ്രത്യക്ഷ പ്രാർത്ഥന ഓർക്കും. വൈകുന്നേരം നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, അതും പ്രത്യക്ഷീണ പ്രാർത്ഥന പോലെ തന്നെ മസ്റ്റാണ്, പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിവിടെ തിരികെത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് പ്രഖ്യാപനം ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ താവരെ ചെയ്യുന്ന വൈകുന്നേരം ചില സമയത്ത് വീട്ടിലുണ്ടാകത്തില്ല. ആ സമയത്ത് നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ 11 മണിയൊക്കെ പോകും. അപ്പോൾ ചിലർ 11 മണിയാകുമ്പോൾ ആ പ്രത്യക്ഷ വന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളവിടെ ഇല്ലെങ്കിൽ വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് സന്ധ്യക്കുള്ള ഉടമ്പടി പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. അപ്പോഴെന്താ ചെയ്യുക? എന്താ അപ്പോൾ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും, ബാർഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താ? ദൈവത്തിൻ്റെ ആളാണെന്ന് അവൾക്കും അറിയാം, ദൈവത്തിനും അറിയാം.